മറ്റു വാർത്തകളിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ ഉപസമിതി പോയ ശേഷം നടന്നത് ഉദ്യോഗസ്ഥ മേധാവിത്വമെന്ന് വയനാട് CPI ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. ഗുണഭോക്തൃ പട്ടിക ഉണ്ടാക്കുന്നതിൽ പോലും പാളിച്ചയുണ്ടായി. ഇപ്പോഴും അർഹമായ സഹായം പലർക്കും ലഭിക്കുന്നില്ല എന്ന പരാതി ഉണ്ടെന്നും പ്രതിനിധികൾ പറഞ്ഞു. മന്ത്രി കെ രാജന്റെ സാന്നിധ്യത്തിൽ പൊതുചർച്ചയിലാണ് പ്രതിനിധികളുടെ വിമർശനം. EJ ബാബുവിനെ വീണ്ടും CPI വയനാട് ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. ഫൈസൽ നെടുമ്പാല വിശദാംശങ്ങൾ നൽകും. ഫൈസൽ, അവിടെ പുനരധിവാസത്തിന്റെ കാര്യങ്ങൾ പൂർണ്ണമായും ഏകോപിപ്പിച്ച മന്ത്രിയാണ് കെ രാജൻ. അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ടാണ് ഈ പ്രതിനിധികളുടെ വലിയ സ്വയം വിമർശനം ഉണ്ടായത്. അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരുന്നു? ഇക്കാര്യത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ചർച്ചകളാണ് അവിടെ നടന്നത്? സൈഫുദ്ദീൻ, കഴിഞ്ഞ 3 ദിവസമായി CPI ജില്ലാ സമ്മേളനം നടന്നു വരികയാണ്. ഇന്നാണ് പൊതുചർച്ചയുണ്ടായത്. ഈ പൊതുചർച്ചയിലാണ് ഇത്തരത്തിൽ അണികളുടെ ഭാഗത്തു നിന്ന് വലിയ രൂക്ഷമായ വിമർശനം ഉണ്ടായിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ ഉപസമിതി പോയ ശേഷം നടന്നത് ഉദ്യോഗസ്ഥ മേധാവിത്വം എന്നായിരുന്നു ജനപ്രതിനിധികളുടെ വിമർശനം. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ഈ സമീപകാലത്തായി ഉണ്ടായിരിക്കുന്ന പല വിധത്തിലുള്ള സമര കോലാഹലങ്ങൾ നമ്മൾ കണ്ടതാണ്. ദുരന്തബാധിതർ നേരിട്ട് ഇറങ്ങിക്കൊണ്ട് താലൂക്ക് ഓഫീസിലും വില്ലേജ് ഓഫീസിലും അടക്കം ഉപരോധിക്കുന്ന സമര പോരാട്ടങ്ങളിലേക്കൊക്കെ കടന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ദിനപത്ത, വാടക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുമാത്രമല്ല, ഈ ഉപഭോക്തൃ പട്ടികയിൽ അർഹതപ്പെട്ട പലരും എത്തിയിട്ടില്ല, ഉൾപ്പെട്ടിട്ടില്ല എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയും പലതരത്തിലുള്ള സമരങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ഈ CPI സമ്മേളനത്തിൽ വിമർശനമായി ഉന്നയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന്. ഉദ്യോഗസ്ഥ തലത്തിൽ ഉദ്യോഗസ്ഥർ പൂർണ്ണ മേധാവിത്വം വഹിച്ചുകൊണ്ട് ജനങ്ങളെ കേൾക്കാതെ, അല്ലെങ്കിൽ പൂർണ്ണമായും ഉദ്യോഗസ്ഥരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന രീതിയാണ് നടന്നു വന്നത് എന്നാണ് അണികൾ വിമർശനം ഉന്നയിച്ചിരുന്നത്. ഇത് മന്ത്രി കെ രാജന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി നടന്ന ജില്ലാ സമ്മേളനത്തിൽ EJ ബാബുവിനെ വീണ്ടും ജില്ലാ സെക്രട്ടറി ആയിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 38 അംഗങ്ങൾ ഉള്ള ജില്ലാ കമ്മിറ്റി ആയിരുന്നു. ഇന്നിപ്പോൾ 33 കുറച്ചിട്ടുമുണ്ട്. സൈഫുദ്ദീൻ. ശരി ഫൈസൽ.